വെൻ ഐ ഫ്ലൈ ടുവേർഡ്സ് യു എന്ന ഡ്രാമയുടെ 16-ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ലുല്ലി എക്സാം കഴിഞ്ഞ് തിരികെ പോയ ശേഷം സായിക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. എക്സാം അടുക്കാറായതിനാൽ അവൻ്റെ ഫോൺ വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കത്തെഴുതേണ്ടി വന്നത് എന്ന് അവൻ ആദ്യമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റാങ് ഇടയ്ക്കൊക്കെ അവനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒരു തവണ വിളിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് ഒരുപാട് സംസാരിച്ചിരുന്നു. എനിക്ക് വേറെ ആരെയും പരിചയമില്ലെങ്കിലും ചേട്ടൻ പറഞ്ഞത് വെച്ച് എല്ലാവരും നിന്നെപ്പോലെ തന്നെ ആയിരിക്കണം. നീ ചേട്ടൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തതുകൊണ്ടാണ് നിന്നെ ഫ്രണ്ടാക്കിയത് എന്നല്ലേ നീ പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ നൽകിയ ഡോൾ അവൻ പലതവണ എടുത്ത് വെച്ച് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ ഫ്രണ്ടായി കിട്ടിയതിൽ അവന് ശരിക്കും സന്തോഷമാണ്. അത് അംഗീകരിക്കാത്തതാണ്. പിന്നെ ഞാൻ തിരിച്ചു വന്ന ശേഷം ഞങ്ങളുടെ പേരൻസിനോട് സംസാരിച്ചിരുന്നു. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. അവർ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവൻ എഴുതിയിരിക്കുന്നത്. സായിയുടെ ബർത്ത്ഡേ എടുക്കാറായിരിക്കുകയാണ്. സാധാരണ അവൾ ബർത്ത്ഡേ നന്നായി ആഘോഷിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ റാങ്ക് പോകാൻ അധിക ദിവസങ്ങൾ ബാക്കിയില്ലാത്തതുകൊണ്ട് അവൾക്ക് ആഘോഷത്തോടൊന്നും താല്പര്യം തോന്നില്ല. അവൾ അതിനെക്കുറിച്ച് ജിയോട് പറയുന്നുണ്ട്. പക്ഷെ അവൻ പോകാൻ ഇനി അധിക ദിവസങ്ങൾ ബാക്കിയില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടി ബർത്ത്ഡേ ആഘോഷിക്കണം എന്നാണ് ജിയെ പറഞ്ഞത്. ജിയയും ഫെങ്ങും ഖുറാനും കൂടി അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനായി പോകുന്നുണ്ട്. ജിയ ഷോപ്പിൽ കണ്ട ഒരു ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടത് എടുത്ത് നോക്കി വില കണ്ട് ഞെട്ടി തിരികെ വെക്കുന്നത് ഖുറാൻ ശ്രദ്ധിക്കുന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നിരുന്നപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവനൊരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ അവൻ രണ്ടാമത് പോയി അത് വാങ്ങുന്നുണ്ട്. അത് കൊടുക്കാനായി അപ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് പോകുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്തു പറഞ്ഞത് കൊടുക്കണമെന്ന് ആലോചിച്ച് അവനാകെ കൺഫ്യൂഷനാകുന്നു. ജിയ ഇറങ്ങി വന്നപ്പോൾ സായിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി അതവൾ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കാനാണ് വിളിച്ചതെന്ന് അവൻ കള്ളം പറയുന്നു. അത് വാങ്ങാനായി ഷോപ്പിൽ ചെന്നപ്പോൾ വാങ്ങിയ സാധനത്തിലൂടെ ഫ്രീ കിട്ടിയതാണെന്ന് പറഞ്ഞ് ബ്രേസ്ലെറ്റ് അവൻ അവളെ കാണിക്കുന്നു. എനിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ എടുത്തോളാൻ അവൻ പറയുന്നു. ജിയ സംശയിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ വേണ്ടെങ്കിൽ ഞാൻ തിരികെ കൊടുത്തേക്കാം എന്നവൻ പറഞ്ഞപ്പോഴേക്കും ഫ്രീ കിട്ടിയ സാധനം എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നതെന്ന് ചോദിച്ചാൽ അവളത് പിടിച്ചു വാങ്ങുന്നു. അത് കയ്യിൽ വെച്ച് നോക്കി ഭംഗി ആസ്വദിക്കുന്ന സമയത്താണ് നിനക്കെന്നോട് പ്രേമം വല്ലതുമാണോ എന്നവൾ ചോദിച്ചത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഖുറാൻ ഒന്നും ഞെട്ടുന്നുണ്ട്. പക്ഷെ ഉടൻ തന്നെ ചിരിച്ച് തമാശയായി കളഞ്ഞിട്ട് പിന്നെ പ്രേമിക്കാൻ പറ്റിയ സാധനം, വലിയ കണ്ണും നല്ല സ്കിന്നും ചെറിയ മുഖവും നല്ല കട്ടിയുള്ള കൺവീലിയും നല്ല ഹൈറ്റും ഒക്കെ ഉണ്ട് എന്നല്ലാതെ വേറെ എന്ത് പ്രത്യേകതയാണ് നിനക്കുള്ളത് എന്നവൻ ചോദിക്കുന്നു. അവൻ ഒറ്റ ശ്വാസത്തിൽ തന്നെക്കുറിച്ച് അത്രയൊക്കെ ഡീറ്റെയിലായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും അവന് തന്നെ ഇഷ്ടമാണോ എന്നവൾക്ക് സംശയം തോന്നിപ്പോകുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവളുടെ പ്രത്യേകതകളാണല്ലോ പറഞ്ഞത് എന്നവനും ചിന്തിച്ചത്. നീ എൻ്റെ ടൈപ്പ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെറുതെ ആവശ്യമില്ലാത്തവൻ ചിന്തിക്കേണ്ടെന്ന് അവൻ മാറ്റി പറയുന്നു. അതെന്തായാലും നന്നായി, നിനക്കെന്നോട് പ്രേമം വല്ലതുമായിരിക്കുമെന്ന് ചിന്തിച്ച് ഞാനൊന്ന് പേടിച്ചു പോയി എന്നവൾ പറയുന്നു. സായിയുടെ ബർത്ത്ഡേ ദിവസം സ്കൂൾ വിട്ട് അവരുടെ ടീമെല്ലാം കൂടി ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. സായി ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ ക്ലാസ് ടീച്ചർ വിളിക്കുന്നുണ്ടെന്നൊരു കുട്ടി വന്ന് പറഞ്ഞത്. സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാം നടത്തിയ പേപ്പർ അടുത്ത ദിവസം ചെക്ക് ചെയ്ത് നൽകണം. അവളുടെ സഹായം ചോദിച്ചാണ് സാർ വിളിച്ചത്. പ്ലാനൊക്കെ പൊളിയുമല്ലോ എന്നോർത്ത് അവൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞതായതുകൊണ്ട് അവൾ അവിടെ നിന്ന് പേപ്പർ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതൊക്കെ കഴിഞ്ഞ് അവൾ ഇറങ്ങിയപ്പോഴേക്കും നന്നായി വൈകിയിരുന്നു. ഇനി ഇത്രയും വൈകിയില്ലേ, ഇനിയിപ്പോൾ ബർത്ത്ഡേ മറ്റൊരു ദിവസം ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അവൾ ബാക്കിയുള്ളവർക്ക് മെസ്സേജ് അയക്കുന്നു. അവരെല്ലാവരും വീട്ടിലേക്ക് പോയി കാണും എന്നാണ് അവൾ കരുതിയത്. വിഷമിക്കേണ്ട, നമുക്ക് മറ്റൊരു ദിവസം ആഘോഷിക്കാമെന്ന് ജിയെ റിപ്ലൈ നൽകുന്നു. അവരോട് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയാത്തപ്പോൾ സായിക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ വിഷമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് വഴിയൊരിടത്ത് അവൾക്ക് വേണ്ടി ഒരു സൈൻ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടത്. എങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ അതിൽ ഡയറക്ഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സാണ് അത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് സന്തോഷത്തോടെ അവൾ മുന്നോട്ട് പോകുന്നു. വേറെയും 1-2 ബോർഡുകൾ കൂടി വഴിയിലുണ്ടായിരുന്നു. അവസാനത്തെ ബോർഡിന് മുന്നിലെത്തിയപ്പോൾ അവിടെ കേക്കും കയ്യിൽ പിടിച്ച് അവളുടെ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുന്നു. നിങ്ങളെല്ലാം വീട്ടിലേക്ക് പോയി കാണുമെന്നാണ് ഞാൻ കരുതിയത് എന്നവൾ പറഞ്ഞപ്പോൾ ഇവരൊക്കെ പോയാലും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തേനെ എന്ന് പറഞ്ഞ് ജിയ അടുത്തേക്ക് ചെല്ലുന്നു. നീ അങ്ങനെ ഞങ്ങളെ കൊച്ചാക്കുകയൊന്നും വേണ്ട, ഞങ്ങളും ഇവിടെ വെയിറ്റ് ചെയ്തേനെ എന്ന് ഫെങ് പറയുന്നുണ്ട്. അവൾക്ക് സർപ്രൈസ് നൽകാൻ വേണ്ടി അവനാണ് ക്ലാസ് ടീച്ചറോട് പറഞ്ഞ് അവളെ അത്രയും സമയം അവിടെ പിടിച്ചിരുത്തിയത്. എല്ലാവരും അവൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. കേക്ക് കട്ടിയ സമയത്ത് ഖുറാൻ അത് റാങ്കിനെ ഏൽപ്പിക്കുന്നുണ്ട്. റാങ്ക് കേക്ക് അവളുടെ മുന്നിലേക്ക് നീക്കി പിടിച്ചിട്ട് എന്തെങ്കിലും വിഷ് ചെയ്യാൻ പറയുന്നു. റാങ്ക് ആദ്യമായിട്ടാണ് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അവൻ ഇതുവരെ അവൻ്റെ ബർത്ത്ഡേ പോലും ആഘോഷിച്ചിട്ടില്ല എന്ന് ഖുറാൻ അപ്പോൾ പറയുന്നു. സായിക്ക് 2 ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരും എപ്പോഴും ഇതുവരെ സന്തോഷമായിരിക്കണം എന്നുള്ള ആദ്യത്തെ ആഗ്രഹം അവൾ ഉറക്കെയാണ് പറഞ്ഞത്. രണ്ടാമത്തത് എന്തോ ഒന്നും മനസ്സിലും ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ സീക്രട്ട് ആണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. സായി കുറച്ച് കേക്ക് അവളുടെ മുഖത്ത് തൂക്കുന്നുണ്ട്. ജി അതിന് അവളെ ഇട്ട് ഓടിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായിട്ട് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്ന് അത്രയും സായി ഡയറിയിൽ എഴുതുന്നുണ്ട്. റാങ്ങിൻ്റെ 18ാമത്തെ ബർത്ത്ഡേ അവൻ്റെ ഒപ്പം ആഘോഷിക്കാൻ കഴിയണം, അതാണ് അവൾ ആഗ്രഹിച്ചത്. അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് റാങ് അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഫ്രീ ആണെങ്കിൽ താഴേക്കൊന്ന് ഇറങ്ങി വരാമോ, താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. അവൾ അപ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വന്നതായിരുന്നു അവൻ. ഒരു ക്യാമറയാണ് അവൻ കൊണ്ടുവന്നത്. അവൾ ശരിക്കും ഹാപ്പി ആകുന്നുണ്ട്. നീ ഇതിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്ത് നിനക്ക് അയച്ചു തരാം എന്നവൾ പറയുന്നു. എൻ്റെ ഒരു ആഗ്രഹം കൂടി സാധിച്ചു തരുമോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ക്യാമറയുടെ ഫോട്ടോ പേപ്പർ തീർന്നു കഴിയുമ്പോൾ അവന് തിരികെ വരാൻ പറ്റുമോ എന്നാണ് അവൾ ചോദിച്ചത്. അവനത് സമ്മതിക്കുന്നു. വാക്ക് മാറ്റരുതെന്ന് പറഞ്ഞ് അവൾ അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിക്കുന്നുണ്ട്. അടുത്ത ദിവസം എക്സാമിലുള്ള ഐഡിയുടെ ആവശ്യത്തിന് ഫോട്ടോ എടുക്കാനായി അവർ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. വേറെയും ഒരുപാട് കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തിരക്കിനിടയിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു പയ്യൻ സായിയെ അബദ്ധത്തിൽ ഇടിക്കാൻ വന്നപ്പോൾ റാങ്ക് പെട്ടെന്ന് അവളെ പിടിച്ചു മാറ്റുന്നു. അവൻ തൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കെയർ ചെയ്യുന്നത് അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സ്റ്റുഡിയോയിലെ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നം പറ്റിയത് കൊണ്ടാണ് കുട്ടികൾക്ക് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അത് ശരിയാകുന്നവരെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അവിടുത്തെ ആളറിയിച്ചപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, ഞാൻ നോക്കട്ടെ എന്ന് ഖുറാൻ ചോദിക്കുന്നു. അയാളത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അതിൽ എന്തൊക്കെയോ കുറച്ച് പണികൾ ചെയ്ത് കഴിഞ്ഞ് ഓണാക്കിയപ്പോൾ കമ്പ്യൂട്ടർ ഓണാക്കുന്നു. എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നുണ്ട്. നിനക്ക് ഈ പണിയൊക്കെ അറിയാമായിരുന്നു എന്ന് ഫെങ് ചോദിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് ശരിയായതാണ് എന്നവൻ പറയുന്നു. അവനത് ശരിയാക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ജിയയ്ക്കായിരുന്നു.
എനിക്ക് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ, നിനക്കിതൊക്കെ ശരിയാക്കാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ അഭിനന്ദിക്കുന്നു. അവളങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വെറും സിമ്പിളല്ലേ എന്ന് പറഞ്ഞ് അവൻ ജാടയിടുന്നുണ്ട്. അവൻ അങ്ങനെ ഒരു ഉപകാരം ചെയ്തുകൊണ്ട് അവൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഫോട്ടോസ് ആദ്യം എടുക്കാൻ സ്റ്റുഡിയോയിൽ ആൾ തയ്യാറാക്കുന്നു. അവിടെ നിന്ന് കുട്ടികളും അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. അവനിപ്പോൾ അത് ശരിയാക്കിയില്ലായിരുന്നെങ്കിൽ അവർ പിന്നെയും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നല്ലോ. അങ്ങനെ അവരുടെ ഫോട്ടോയാണ് ആദ്യം എടുത്തത്. എല്ലാവരും യൂണിഫോം ഒക്കെ കൊണ്ടുവന്നിരുന്നു. അത് ധരിച്ചുകൊണ്ടാണ് ഫോട്ടോസ് എടുത്തത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ എന്ന് ഫെങ് ചോദിച്ചത്. അങ്ങനെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു. റാങ്ക് മസിൽ പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഫോട്ടോഗ്രാഫർ അവനോട് ചിരിക്കാൻ പറയുന്നു. ചിരിക്കുമ്പോഴാണ് നിന്നെ കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് സായിയും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. റാങ്ക് ഉടനെ തന്നെ സിയാങ്ങിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ സായിയും റാങ്കും പരസ്പരം കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ചെന്നാലും ഇംഗ്ലീഷ് നന്നായി പഠിക്കണം, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നന്നായി ഉറങ്ങാൻ സഹായിക്കും, ഫ്രണ്ട്സിനോടൊക്കെ കൂടുതൽ ചിരിക്കാൻ ശീലിക്കണം, അല്ലെങ്കിൽ നീ ഭയങ്കര ടഫാണെന്നൊക്കെ അവർ വിചാരിക്കും എന്നൊക്കെ സായി അവനോട് പറയുന്നു. അതേപോലെ തന്നെ മാത്സ് നന്നായി പഠിക്കണം, രാത്രി ഒരുപാട് വൈകി തനിച്ച് വീട്ടിലേക്ക് പോകരുത് എന്നൊക്കെ അവനും ഓർമ്മിപ്പിക്കുന്നു. അവനോട് വേറെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ചിരിക്കണം എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും നീ അധികം ചിരിക്കണ്ട, നിന്റെ ചിരി നല്ല ക്യൂട്ടാണെന്ന് അവരൊക്കെ മനസ്സിലാക്കിയല്ലോ എന്നവൾ പിന്നീട് പറയുന്നുണ്ട്. ഈസ്റ്റ് ചൈന യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരുമിച്ച് പോകാം എന്ന് അവൾ അവനോട് പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ മഞ്ഞ് പെയ്യാൻ തുടങ്ങുന്നു. ഈ വർഷത്തെ ആദ്യത്തെ മഞ്ഞാണിത്. നമ്മളിപ്പോൾ ഒരുമിച്ച് രണ്ടാമത്തെ തവണയാണ് വിൻ്റർ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ആനിവേഴ്സറിയായി കണക്കാക്കാം. ഇതിൻ്റെ ഓർമ്മയ്ക്കായി എൻ്റെ ഒരു ഫോട്ടോ നൽകാം, നിൻ്റെ ഫോട്ടോ എനിക്ക് നൽകണമെന്ന് പറഞ്ഞ് അവൾ അന്നെടുത്ത ഫോട്ടോയിൽ നിന്നൊരെണ്ണം അവന് നൽകുന്നു. അവനും അവൻ്റെ ഫോട്ടോ നൽകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അടുത്ത സെമസ്റ്റർ തുടങ്ങിക്കഴിഞ്ഞാണ്. റാങ്ക് സുയാങ്ങിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. സായിയും ജിയും ഇപ്പോഴും ഒരുമിച്ചാണ്. റാങ്കിൻ്റെ ക്ലാസ്സിന് മുന്നിലൂടെ പോകുമ്പോൾ അവനിൽ അവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം അവൾക്ക് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അവൻ്റെയും ഫോൺ വാങ്ങി വെച്ചിരിക്കുകയാണ് എന്ന് അങ്കിൾ പറഞ്ഞതിനാൽ അവൾ അവന് കത്തുകൾ എഴുതാൻ തുടങ്ങുന്നു. പുതിയ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ചും ഇവിടുത്തെ ചെറിയ വിശേഷങ്ങൾ പോലും പറഞ്ഞുകൊണ്ടുമാണ് അവൾ എഴുതുന്നത്. ബസ്സിൽ പോകാൻ ഇപ്പോൾ അവൻ കൂട്ടില്ലാത്തതുകൊണ്ട് വീണ്ടും സൈക്കിളിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിനെക്കുറിച്ചും ഇടയ്ക്കൊരു ദിവസം അങ്കിളിനൊപ്പം വഴിയിൽ വെച്ച് സുസുവിനെ കണ്ടതിനെക്കുറിച്ചുമൊക്കെ അവൾ എഴുതുന്നുണ്ട്. അവളുടെ കത്തുകൾക്ക് അവനും മറുപടി എഴുതുന്നുണ്ട്. പുതിയ സ്കൂളിലെ പഠിത്തം കുറച്ചുകൂടി ടഫാണ്, കുട്ടികളൊക്കെ കുഴപ്പമില്ല, ഇത്തവണ മുമ്പത്തേക്കാൾ കുറച്ചുകൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ലുലിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി, ഫിനാൻസ് എടുക്കാൻ ആണ് അച്ഛനും അമ്മയും പറഞ്ഞെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ബയോളജിയാണ് ചൂസ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവനും എല്ലാ വിശേഷങ്ങളും അവളെ അറിയിക്കുന്നു. അവൻ പോകുന്ന അതേ കോളേജിൽ തന്നെ ചെല്ലാമെന്ന് വാക്കു കൊടുത്തുകൊണ്ട് സായി പഠിത്തം കുറച്ചുകൂടി സീരിയസ് ആയി എടുത്തിരിക്കുകയാണ്. മാത്സിന് അവൾ സ്പെഷ്യൽ ട്യൂഷനൊക്കെ ചേർന്നിരിക്കുന്നു. ആ ഇടയ്ക്ക് അവരുടെ ഹയർ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഒരു സർവേ നടത്താനുള്ള ഫോം സാർ ക്ലാസ്സിൽ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും അടുത്തായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ്, പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജ് എന്നൊക്കെ അതിലെഴുതണമായിരുന്നു. സായി ഒരു ഡിപ്ലോമാറ്റിക്സ് ട്രാൻസ്ലേറ്റർ ആകാനാണ് ഉദ്ദേശിക്കുന്നത്. റാങ്ക് പോകുന്ന കോളേജിൽ തന്നെ പോകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നാൽ കോളേജിനെ കുറിച്ചും അവൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ജിക്ക് മാത്രം പക്ഷേ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ഇതുവരെ അവൾ സീരിയസ് ആയി ചിന്തിച്ചിരുന്നില്ല. അന്ന് ബ്രേക്ക് ടൈമിൽ ഖുറാനോട് ഫെങ്ങിനോടുമൊക്കെ അവരെന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നവൾ ചോദിക്കുന്നു. ഫെങ് എക്കണോമിക്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അച്ഛനും അമ്മയും ഡോക്ടറായതുകൊണ്ട് ഖുറാനും അതേപടി തന്നെ തിരഞ്ഞെടുക്കുന്നു. അവരെല്ലാം ഭാവിയെക്കുറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ജിയുടെ വിഷമം ഒന്നുകൂടി കൂടുന്നു. വിഷമിക്കേണ്ട കാര്യമില്ല, ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്, നന്നായി ആലോചിച്ച് തീരുമാനിക്കാൻ ഖുറാൻ അവളോട് പറയുന്നു. അത്തവണ മാത്സ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ സായിക്ക് പ്രതീക്ഷിച്ചത്ര മാർക്കുണ്ടായിരുന്നില്ല. അതവളെ കുറച്ച് ടെൻഷനാക്കുന്നുണ്ട്. ജി ആണെങ്കിൽ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യം ഓർത്ത് ആകെ മൂഡ് ഓഫ് ആണ്. ഫെങ് എന്തോ ചോദിച്ചിട്ട് രണ്ടുപേരും അത് കേൾക്കുന്നത് പോലുമില്ല. പഠിത്തം തലയ്ക്ക് പിടിച്ച് രണ്ടുപേർക്കും വട്ടായോ എന്നവൻ സംശയിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഖുറാനെ കണ്ടപ്പോൾ അവൻ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. സംസാരിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിലാണ് ഗ്രൗണ്ടിൽ നിന്ന് ബോൾ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഖുറാൻ പെട്ടെന്ന് തിരിഞ്ഞോടിയത്. അവനും എന്തോ കുഴപ്പമുണ്ട്, ഇവിടെ ആകെ നോർമലായി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫെങ് മുന്നോട്ട് പോകുന്നു. ഖുറാൻ ബോളും എടുത്ത് തിരികെ പോകാൻ തുടങ്ങുമ്പോഴാണ് ജിയ അവിടെ ഒരു തനിച്ചിരുന്ന് നെടുവേർപ്പെടുന്നത് കണ്ടത്. അവൾ കാര്യമായി എന്തോ ചിന്തിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി അവൻ അടുത്തേക്ക് ചെല്ലുന്നു. എന്താണ് അവളുടെ പ്രശ്നമെന്ന് പറയാൻ അവൻ പറയുന്നുണ്ട്. ഹയർ സ്റ്റഡീസിനെ കുറിച്ചുള്ള കൺഫ്യൂഷനാണ് എന്നവൾ പറയുന്നു. എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളുണ്ട്, പക്ഷേ എനിക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല. ഇത്രയും കാലം ഓരോ റൂൾ അനുസരിച്ച് ഞാനിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോയി, ഇനി എന്ത് ചൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഒന്നിലും പ്രത്യേകിച്ച് കഴിവില്ല എന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നു. നിനക്ക് പ്രത്യേകതകളൊന്നുമില്ലെന്ന് ആര് പറഞ്ഞു എന്ന് ഖുറാൻ ചോദിക്കുന്നുണ്ട്. എങ്കിൽ എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് പറയാൻ അവൾ ആകാംക്ഷയോടെ ചോദിക്കുന്നു. പക്ഷേ അവന് പെട്ടെന്ന് മറുപടി നൽകാൻ കഴിയുന്നില്ല. നിന്നെ ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഇതും ചിന്തിച്ച് വെറുതെ സമയം കളയണ്ട, ആദ്യം എക്സാമിന് പഠിക്കാം, എക്സാം പാസ്സായാലല്ലേ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ സായി ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് റാങ്ക് അയച്ച കത്തുകളൊക്കെ കാണിച്ച് അവൻ്റെ വിശേഷങ്ങൾ പറയുകയാണ്. ഇത് 7ാമത്തെ കത്താണ് അവൻ അയക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, ന്യൂ ഇയറിൽ ഒരുമിച്ചില്ലാത്തതിൻ്റെ വിഷമങ്ങളും മറ്റുമാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അവൾ പറയുന്നു. ഇപ്പോൾ കൂടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഭാവിയിൽ ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അവന് ഒരുപാട് സമയമുണ്ടല്ലോ, അതുവരെ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ അവൾ പറയുന്നു. അവൻ നൽകിയ ഫോട്ടോ പേപ്പറിൽ 2 കവർ ഇനിയും ബാക്കിയുണ്ട്, അത് ഒരുമിച്ച് ഉപയോഗിച്ച് തീർത്താലോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചാണ്. പക്ഷേ അങ്ങനെ ചെയ്തത് മോശമാണെന്ന് ഞാൻ പിന്നീട് തോന്നി. ഇത്ര പെട്ടെന്ന് ഞാനത് ഉപയോഗിച്ച് തീർത്തിട്ട് അവനോട് എന്നെ കാണാൻ വരാൻ പറഞ്ഞാൽ അവന് ചിലപ്പോൾ വരാൻ പറ്റില്ലെങ്കിൽ അത് മോശമല്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മാർക്കൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടേ ഞാനിത് ഉപയോഗിച്ച് തീർക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് പഠിക്കാനായി പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.